ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ അൺബോക്സിങ്ങും ഇന്നത്തെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഇതുവരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അപ്പോൾ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ ഞാൻ പാഷ്യോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ആദ്യം മുറ്റായിരുന്നു. മുറ്റത്തുനിന്ന് അങ്ങോട്ട് ഒരു അടുക്കളയും ബാത്റൂമും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് ഇതിങ്ങനെ ആക്കി മാറ്റിയത്. ഞാൻ പല വ്ളോഗിലും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ബാത്റൂം നമ്മൾ ഓൾറെഡി നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട്. ഉണ്ടായിരുന്ന കിച്ചണ് ഞാനൊരു എന്താ പറയുക, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഡംപ് ചെയ്യാനുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അടുക്ക് വാഷിംഗ് മെഷീൻ ഇവിടെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കുറച്ചൊരു 10-15 ദിവസം മുന്നേ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഒരു യൂട്ടിലിറ്റി ഏരിയ ആക്കിയിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് അവിടെ നിന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഞാൻ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ക്ലീൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് പെയിൻ്റൊക്കെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ തുടക്കമായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ പാഷ്യോ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ വാഷിംഗ് മെഷീൻ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പണി തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്പെയർ വേണമെന്ന് തോന്നിയിട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ഇൻഷാ അല്ലാഹ് അത് വരും. അപ്പോൾ അതിന് മുന്നായിട്ട് ക്ലീൻ ചെയ്താൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ വാഷിംഗ് മെഷീനും ഫിക്സ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വരുന്നതിന് മുന്നേ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇവിടുത്തെ ചെടികളൊക്കെ ഒന്ന് നനച്ച് ഒക്കെ കൊടുക്കട്ടെ. അപ്പോൾ നല്ല ചൂടാണല്ലേ. ചൂട് കാരണം ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലും ഒന്ന് ഇടവിട്ടൊക്കെ നനക്കേണ്ട അവസ്ഥയാണ്. ഒന്നും കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു ഉന്മേഷമാണ് കേട്ടോ. ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നനച്ച് ഒക്കെ ഒന്ന് ഇവിടെ ആദ്യം മാറ്റൊക്കെ ഒന്ന് നനക്കണതിന് മുന്നേയായിട്ട് ഞാൻ വാക്വം ചെയ്യും കേട്ടോ. വാക്വം ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഈ പുല്ലൊക്കെ അങ്ങനെ അമർന്ന് കിടക്കുന്നതൊക്കെ ഒന്ന് നിവർന്ന് നല്ല ഭംഗിയിൽ നിന്നോളും. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രാണിയാണോ പഴുതാരയൊക്കെ ഉണ്ടെങ്കിൽ അതും ഇങ്ങോട്ട് പോകുന്നതും ചെയ്തോളും. പൊടിയും ഒക്കെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ. ഇവിടെ തുടക്കാറുണ്ട് കേട്ടോ. തുടക്കുന്ന സമയത്തൊക്കെ ഇവിടെ തുറക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ പ്ലാന്റ്സൊക്കെ നനച്ച് റെഡിയാക്കിയിട്ട് വൈകുന്നേരമാണ് കേട്ടോ ബാക്കി ജോലിയൊക്കെ ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ എന്താ പറയുക, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഞാൻ വാഷിംഗ് മെഷീൻ വാങ്ങിയത്. മോട്ടറോള എന്ന് പറഞ്ഞ കമ്പനീൻ്റെയാണ്. അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഓൾറെഡി ഞാൻ അത് ഉപയോഗിച്ച് നോക്കി. ഇപ്പോഴത്തെ കണ്ടീഷൻ ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്ത് ഡംപ് ചെയ്യുക. ഇത് പിന്നെ ഞാനിതിൻ്റെ ഉള്ളിൽ ഒരു പഴയ 2 കബോർഡ് ഒരു അൽമാര വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വീട്ടിലിരുന്ന ഡ്രസ്സും ഒക്കെ വെക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നൊന്ന് മാറ്റി വേറെ അൽമാറ അങ്ങോട്ട് വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ബാസ്ക്കറ്റൊക്കെ എടുത്ത് വെച്ചതാണ് ഡ്രസ്സൊക്കെ. പിന്നെ അപ്പുറത്തൊരു ബാസ്ക്കറ്റ് നിറച്ചിരിക്കുന്ന അലക്കാനുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ വാഷിംഗ് മെഷീന് വീണ്ടും പണി തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്പ്ലേ പോയിട്ടുണ്ട്. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. വരാൻ കുറച്ച് ദിവസമാകുമെന്ന് വിചാരിക്കണേ. അപ്പോൾ ഒന്ന് എന്തായാലും വാഷിംഗ് മെഷീൻ വരുമല്ലോ, അപ്പോൾ അലക്കാന്ന് കരുതി അങ്ങനെ വെച്ചത്. അപ്പോൾ ഇതിപ്പോൾ ആ കിച്ചൻ്റെ ഉള്ളിൽ വെറും വൈറ്റ് വാഷ് ചെയ്തിട്ടാട്ടോ. നമ്മൾ വീട് പണീൻ്റെ സമയത്ത് പെട്ടെന്ന് കുക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് തറവാട് പറ്റ പൊളിച്ച് നീക്കിയപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ട് തട്ടിക്കൂട്ടിയൊരു കിച്ചണാണ് കേട്ടത്. അപ്പോൾ അതിൽ പുകയില്ലാത്തൊരു അടുപ്പും ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ ഫ്രണ്ടിലോട് വാഷിംഗ് മെഷീൻ വാങ്ങി തന്നെ ഞാൻ അടുപ്പിൻ്റെ തിണ്ടിൽ കയറ്റിയിടാമെന്ന് വിചാരിച്ചിട്ടോ. അല്ലാതെ ഇപ്പോൾ അവിടെ ഇനിയിപ്പോൾ സ്പേസ് ഇല്ല വേറെ. അപ്പോൾ അന്നൊന്ന് വൈറ്റ് വാഷ് ചെയ്തിട്ടേ ഉള്ളൂ. അത്രയും സമയം ഉണ്ടായിരുന്നു. നമ്മളത് വൈറ്റ് വാഷ് ചെയ്യലും പിറ്റേന്ന് തന്നെ ഇതിനുള്ള കുക്കിങ് തുടങ്ങലും ഒരുമിച്ചായിരുന്നു കേട്ടോ. പിന്നെ പെയിൻറ്റ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ അവിടെ ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഡംപ് ചെയ്യും, അങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ മറ്റേ വാഷിംഗ് മെഷീൻ അങ്ങോട്ട് ഇട്ടപ്പോൾ എനിക്ക് തോന്നി അതൊരു യൂട്ടിലിറ്റി ഏരിയ ആക്കാമെന്ന് വിചാരിച്ചു. വാഷിംഗ് മെഷീനും അയണിങ്ങും ഒക്കെ അവിടെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തിന് ഇങ്ങനെ ഒരു കോട്ട് പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കണുള്ളൂ കേട്ടോ. ഈ പെയിൻറ്റ് തികയുണ്ടാവില്ല, പക്ഷേ എൻ്റെ കയ്യിൽ 1 ലിറ്ററേ ഉള്ളൂ. അപ്പോൾ ഒന്നും ഇങ്ങോട്ട് കാണുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ച പോലെ വർക്കൗട്ട് ആവുകയാണെങ്കിൽ നമുക്ക് പെയിൻറ്റർ വിളിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് തന്നെ പെയിൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കണം.
അപ്പോൾ അതാ വൈറ്റ് പെയിൻ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് തൽക്കാലം ഒന്നും കണ്ട് ഒരു കോട്ടേ അടിക്കണുള്ളൂ. ഒരു കോട്ടിനാണെങ്കിൽ 1 ലിറ്റർ തികഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതന്നെ മുഴുവനായിട്ടില്ല. എനിക്കിപ്പോൾ വാഷിംഗ് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ ആ ഭാഗം ഒന്നും കൂടി വൃത്തിയാക്കി എടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് പെയിൻറ്റർ വിളിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് തന്നെ കുറച്ചും കൂടി പെയിൻറ്റ് കൊടുത്തിട്ടൊക്കെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു ദിവസം കൊണ്ടൊന്നും എൻ്റെ യൂട്ടിലിറ്റി ഏരിയ സെറ്റ് ചെയ്യലൊന്നും തീർന്നിട്ടില്ല കേട്ടോ. ആ ജനലിലൊരു കർട്ടൻ ഇടണം. പിന്നെ അവിടെ ഒരു ഗ്ലാസിൻ്റെ സ്റ്റാൻഡ് ഓൾറെഡി ഉണ്ട്, അത് അഴിക്കാൻ കിട്ടണില്ല എനിക്ക്. അപ്പം ഇനി പ്ലംബർ വരുമ്പോൾ അത് അഴിപ്പിച്ചിട്ട് അവിടെ വാൾപേപ്പർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ആ ഒരു മൂല. പിന്നെ അയണിങ് ബോക്സ്, അയണിങ്ങിൻ്റെ സൗകര്യമൊക്കെ, അയണിങ് ടേബിൾ, അവിടെ ഒരു ടേബിൾ ഓൾറെഡി കിടക്കുന്നുണ്ട്. അപ്പോൾ അയണിങ് ടേബിൾ ഇവിടെ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഒഴിവാക്കിയെന്ന് പകൽ കുറേ സമയത്തെ പണിയിലാണ്. ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നതിൻ്റെ മേലെ, അത് ഞാൻ കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ ഒഴിവാക്കിട്ടോ. ഇനിയിപ്പോൾ ഈ അടുപ്പിൻ്റെ സ്പേസ് ഉണ്ടല്ലോ, അവിടെയാണ് ഞാൻ മെഷീൻ ഇടാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡും ഒക്കെ നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയായി കിട്ടുമല്ലോ. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു കണ്ടീഷൻ കേട്ടോ. ചതിലൊക്കെ കയറിയിട്ടുള്ള മാർക്കുകളും ഒക്കെ കൂടെ ആയിട്ട് ആകെ വൃത്തികേടായി കിടക്കുകയാണ്. അപ്പോൾ തൽക്കാലം ഒന്നും കൂടി വൃത്തിയാക്കി എടുക്കട്ടെ, പിന്നെ നമുക്ക് പതുക്കെ പതുക്കെ അങ്ങനെ ചെയ്തു വരാം. ഇപ്പോൾ അതൊരു വലിയൊരു ഭാരമുള്ള പണിയാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാനും മോനും കൂടെ, മോനിങ്ങനെ പിന്നാലെ ഉണ്ടാവും കേട്ടോ എപ്പോഴും. അപ്പോൾ ഒന്ന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുവിധ സാധനങ്ങളൊക്കെ മാറ്റി ഇപ്പോൾ ടേബിളൊക്കെ ഒന്ന് സെൻറ്ററിലേക്ക് നീക്കിയിട്ടിട്ട് പെയിൻറ്റ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ടേബിൾ നല്ല കനമാണ് കേട്ടോ. ഇരുമ്പിൻ്റെ സ്റ്റാൻഡിൽ ഗ്രാനൈറ്റിൻ്റെ സ്ലാബ് ഇട്ടിട്ടുള്ളതാണ്. ഞാൻ പഴയ വീട്ടിൽ തറവാട്ടിൽ അതിൻ്റെ നിന്ന് വർക്ക് ഏരിയയിൽ യൂസ് ചെയ്തിരുന്നത്. ഗ്യാസ് അടുപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ഹൈറ്റ് കുറവായിരുന്നു കേട്ടോ അവിടെ കൗണ്ടർ ടോപ്പ്. അപ്പോൾ എനിക്ക് ഹൈറ്റിൽ അടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്യാസ് അടുപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യിപ്പിച്ചതായിരുന്നു കേട്ടോ ആ സ്റ്റാൻഡ്. അപ്പോൾ അത് നീക്കലൊക്കെ നല്ല ടാസ്ക് ആയിരുന്നു കേട്ടോ, നല്ല വെയിറ്റ് ആയിരുന്നു. അപ്പോൾ അതാ ഒന്ന് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് വൃത്തിയാക്കണം. ഇപ്പോൾ വാഷിംഗ് മെഷീൻ ഇപ്പോൾ ഇന്ന് വന്നു. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിലും അപ്പോൾ തന്നെ വന്നു കേട്ടോ. നമുക്ക് അവർ സജസ്റ്റ് ചെയ്തൊരു ഡേറ്റ് ഉണ്ടാവും, പിന്നെ മാറ്റം വേണമെങ്കിൽ നമുക്കത് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ വന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ അലക്കാൻ ഒരുപാട് പെൻഡിങ് ആണ്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ വന്ന് അവർ സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. മോട്ടറോള കമ്പനീൻ്റെയാണ് വാങ്ങിയത്. 7 kgൻ്റെയാണ്, ഫ്രണ്ട് ലോഡറാണ് കേട്ടോ. നമുക്ക് സുപരിചിതമായിട്ടുള്ള കമ്പനീൻ്റെ ഒക്കെ വാങ്ങുമ്പോൾ ഭയങ്കര റേറ്റാണ്. ഏത് കമ്പനി വാങ്ങിയാലും 5 വർഷം 6 വർഷം ആകുമ്പോഴേക്കിന് കംപ്ലൈൻറ്റ് വന്ന് തുടങ്ങണം കേട്ടോ. എൻ്റെ വാഷിംഗ് മെഷീന് LGൻ്റെയാണ്, അത് 12 kg ആണ്, ടോപ്പ് ലോഡറാണ് കേട്ടോ. അതിപ്പോൾ 2-3 പ്രാവശ്യമായി ഇങ്ങനെ പണി മുടക്കണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ഥിരം എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയായിരിക്കും, ഞാൻ പറയാറുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ അങ്ങനെ വാങ്ങിയത്. ഇതാകുമ്പോൾ അഫോർഡബിളാണ്, 22,000 വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അഥവാ ഒരു 5-6 വർഷമൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ അങ്ങ് മാറ്റാമല്ലോ, അത് കരുതിയിട്ടാണ്. ഭയങ്കര ബ്രാൻഡിൻ്റെ കൂടെയൊന്നും, അതായത് നമുക്ക് സുപരിചിതമായിട്ടുള്ള ബ്രാൻഡിൻ്റെ കൂടെയൊന്നും പോകാതിരുന്നത് കേട്ടോ. നല്ല റിവ്യൂ ആണ് കണ്ടത്, ഫ്ലിപ്കാർട്ടിൽ കൂടെ കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഇതാ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കിട്ടി. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ ഓൾറെഡി ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ യൂട്ടിലിറ്റി ഏരിയ ഞാൻ വിചാരിച്ച പോലെ പൂർണ്ണമായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടില്ല. അതിങ്ങനെ പതുക്കെ പതുക്കെ ആയിരിക്കട്ടെ ചെയ്യുക. ഇപ്പോൾ ദാ ഈ ഒരു കണ്ടീഷനിലായി. ഇനി പതുക്കെ പതുക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അതൊക്കെ ഞാൻ തുടരെയുള്ള വ്ളോഗുകളിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ. അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ളോഗിലൂടെ കാണുന്നവരെ അസ്സലാമു അലൈക്കും.